2024 നീറ്റ് എക്സാമിനേഷനിൽ ഒരു ക്വസ്റ്റൻ ആണ്. എ ബോബ് ഈസ് whirled in a horizontal plane by means of a string with an initial speed of omega revolutions per minute rpm. The tension in the string is T. If the speed becomes 2 omega while keeping the same radius, the tension in the string becomes. ഇവിടെ ഞാൻ സർക്കുലർ മോഷൻ ഞാൻ ഫിഗർ വരയ്ക്കുക. ഇവിടെ ഇതുപോലെ സർക്കുലർ പാത്ത്, എന്നിട്ട് ഇവിടെ ഞാനൊരു ബോബ് വരച്ചു. ബോബിലെ സ്ട്രിങ് ഞാൻ കണക്ട് ചെയ്തു ഇതുപോലെ. ഈ സ്ട്രിങ്ങിലെ ടെൻഷൻ എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക? ടെൻഷൻ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആണ്. ആ ടെൻഷൻ മാർക്ക് ചെയ്യുന്നത് ബോഡിയിൽ നിന്ന് സ്ട്രിങ്ങിലൂടെ ഔട്ട്വേർഡ്സ്. അപ്പോൾ ഞാൻ ടെൻഷൻ മാർക്ക് ചെയ്യുക ബോഡിയിൽ നിന്ന് സ്ട്രിങ്ങിലൂടെ ഔട്ട്വേർഡ്സ്. പക്ഷേ ഇതിൽ നോക്കിയാൽ ഈ ടെൻഷൻ ആക്ട് ചെയ്യുന്നത് സർക്കിളിൻ്റെ സെൻറ്ററിലേക്കാണെന്ന് മനസ്സിലാവും. സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. സെൻട്രിപെറ്റൽ ഫോഴ്സ് നൽകുന്നത് ടെൻഷനാണ്. സോ ടി ഈസ് ഈക്വൽ ടു എം ആർ ഒമേഗ സ്ക്വയർ. സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എം ആർ ഒമേഗ സ്ക്വയർ എന്നാണ്. നൗ രണ്ടാമത്തെ കേസിൽ അവർ പറയുന്നത് സ്പീഡ് ബിക്കംസ് 2 ഒമേഗ. അപ്പോൾ നമുക്ക് ടെൻഷൻ ഇങ്ങനെ എഴുതാം. ടി ഡാഷ് ഈക്വൽ ടു എമ്മിന് മാറ്റമൊന്നുമില്ല, ആറിനും ചേഞ്ച് ഒന്നുമില്ല. ഒമേഗ എന്ന് പറയുന്നത് ഇപ്പോൾ 2 ഒമേഗ ദ ഹോൾ സ്ക്വയർ ആയി. എക്സ്പാൻഡ് ചെയ്താൽ എം ആർ 2 ഒമേഗ എന്ന് പറയുന്നത് ദ ഹോൾ സ്ക്വയർ എടുക്കുന്ന സമയത്ത് 4 ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ഇനി എം ആർ ഒമേഗ സ്ക്വയർ ഒരുമിച്ച് എടുത്താൽ അത് പഴയ ടെൻഷനാണ്. അപ്പോൾ ന്യൂ ടെൻഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 ടൈംസ് ടി എന്ന് ആൻസർ കിട്ടും. ആൻസർ ഇസ് ഓപ്ഷൻ 2.